ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് കുറച്ച് സങ്കടകരമായ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഒക്ടോബർ 2024 ഒക്ടോബർ 3 തൊട്ട് ഞാൻ ഇവിടെ മടത്തറ മേലേമുക്കിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഡേറ്റ എൻട്രി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 22-ന് ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേ. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് പുതിയ ആളിനെ എടുത്ത് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫെയർവെല്ലാണ് ഇവിടെ. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്നത്. മുന്നേ ഒരു തവണ ഇതിപ്പോൾ ഒരു റിപ്പീറ്റാണ്. ആദ്യം എനിക്ക് നവംബർ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇത് വന്നായിരുന്നു. അപ്പോൾ അന്നിങ്ങനെ ഒരു ട്രയൽ പോലെ അന്ന് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ ഭയങ്കര ബോറടിച്ച് ഒന്നും ചെയ്യാനില്ലാതെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വർഷം വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഇങ്ങോട്ടൊരു ഓഫർ വന്ന് ഞാൻ ഇവിടെ ജോലിക്ക് ചേരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ദേവികയും രാജചേച്ചി സ്മിറി ചേച്ചിയാണുള്ളത്. മൊത്തത്തിൽ ഞങ്ങൾ 5 പേരായിരുന്നു ഇവിടെ. അപ്പം ഞങ്ങൾ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് നവംബറോട് കൂടിയാണ് വേറൊരാൾ വന്നത്. അപ്പോൾ സുചിത്ര ചേച്ചി വന്നതിന് ശേഷമാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ഭയങ്കര ഓഫ് മൂഡായിരുന്നു. സുചിത്ര ചേച്ചി വന്നതോടെ എല്ലാം ആക്റ്റീവായി, ഭയങ്കര എല്ലാ കാര്യത്തിലും ചേച്ചി ഭയങ്കര ആക്റ്റീവാണ്. അങ്ങനെ നമ്മൾ ഭയങ്കര ഓണായി. മൊത്തത്തിൽ ലാബിൻ്റെ മൂടേ അങ്ങ് മാറി. അങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ചതാണ് ഈ ചെടികളൊക്കെ. അങ്ങനെ ചേച്ചിയുടെ സംഭാവനയോടുകൂടി ചേച്ചിയുടെ നേതൃത്വത്തിൽ നമ്മൾ നട്ടുപിടിപ്പിച്ചതാണ് ഈ ലാബിലെ ചെടികളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ചിലപ്പം ഇവിടെ രാവിലെ വരുന്നതിന് മുന്നേയൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മളിവിടെ നിന്ന് മാങ്ങ പറിക്കുകയും ലാബ് തുറക്കുന്നതിന് മുന്നേ നേരത്തെ എത്തുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആത്തച്ചക്ക പറിക്കുകയും അങ്ങനെ ചക്ക കഴിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇത്തവണയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അരവണ കഴിച്ചിരിക്കുന്നത്. എല്ലാ തവണയും 1-2 ബോട്ടിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു കിട്ടുന്നത്. പക്ഷെ ഇത്തവണ ഇവരെ 4 പേരെ വീട്ടിൽ നിന്നും അരവണ കൊണ്ടുവന്ന് ഓരോരുത്തർ പോകുമ്പോൾ അരവണ കൊണ്ടുവന്ന് അങ്ങനെ ഇത്തവണ എനിക്കൊന്ന് ഒരു 10 ബോട്ടിൽ അരവണയെങ്കിലും കഴിച്ചു കാണും. അങ്ങനെ നമ്മൾ കുറേ അരവണയൊക്കെ ഇവിടെ കഴിച്ചു. പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ, ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്നത്, അതൊക്കെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. കുറേ മെമ്മറീസൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പിന്നെന്തുവാ, ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ ഒരു കിളി പോയ അവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കിങ്ങനെ ഡേറ്റ എൻട്രി ആയിട്ടൊരു ബന്ധം ഉണ്ടെങ്കിലും കുറേ നാളായിട്ട് ഇങ്ങനെ ടച്ച് വിട്ട് നിൽക്കുകയായിരുന്നു. കമ്പ്യൂട്ടറുമായിട്ടൊന്നും ഒരു ബന്ധം ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ലാപ്ടോപ്പ് കേടായിട്ട് തന്നെ കുറേ നാളായി, 2 വർഷത്തിൽ കൂടുതലാവുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ബന്ധമില്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നത്. അപ്പോൾ കൊല്ലത്ത് 3 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എടുത്തു പറയേണ്ടതാണ്, കൊല്ലത്ത് എനിക്ക് ട്രെയിനിങ് എന്ന ജുനൈദ് എന്ന് പറയുന്ന. അപ്പോൾ ജുനൈദും പിന്നെ ജുനൈദാണ് എനിക്ക് 3 ദിവസം നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നല്ല ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ആദ്യമേ ഞാൻ അവിടെ നിന്ന് തുടങ്ങണമെന്ന് വിചാരിക്കും. പിന്നെ അവിടെ ഒരു ഇത്ത ഉണ്ടായിരുന്നു. ഇത്തയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ഇത്തായും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, കസ്റ്റമർ വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, പ്രശാന്ത് എന്ന് പറഞ്ഞാൽ, ആ ചേട്ടനും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവരും ഓർക്കണമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉള്ള ഈ 5 മാസം ഞാൻ ഇവിടെ ജോലി 5 അല്ല 4.5 ഏകദേശം 5 മാസം ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ട് ഇപ്പം എൻ്റെ ജീവിതത്തിൽ 4 പേര് കടന്നു വന്നു. അപ്പോൾ ഈ 4 പേരേന്ന് ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് എൻ്റെ ലൈഫിൽ ഈ 4 മാസം എനിക്ക് ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ ദൈവം എനിക്കൊരു ചാൻസ് തന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം ഈ 4 പേരിൽ നിന്ന് ഞാൻ പഠിച്ച ഓരോ ക്വാളിറ്റീസ് പറയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം സ്മിത ചേച്ചിയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആക്യുറസി. ചേച്ചി എല്ലാ കാര്യവും ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു റിസൾട്ട് കൊടുത്താൽ അതിൽ എന്തെങ്കിലും ഒരു കുത്ത്, ഒരു കോമയുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു 0 മാറി അപ്പോഴും ചേച്ചിക്ക് ഭയങ്കര ടെൻഷൻ. ചേച്ചി അപ്പോഴേ അതെല്ലാം കറക്റ്റ് ആകും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്ക് ഇത്തിക്കൂടെ പെർഫെക്റ്റ് ആവാം, ഇത്തിക്കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എല്ലാം കറക്റ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ചേച്ചിന് ഞാൻ പഠിച്ചതാണ്. എല്ലാം കറക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് പറ്റിയെങ്കിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എല്ലാ കാര്യത്തിലും. അത് ചേച്ചി കുറച്ച് ഓവർ കെയർ എടുത്താണെങ്കിൽ ചേച്ചി എല്ലാ കാര്യവും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം എന്നും ഇവിടെ ഇങ്ങനെ AC ഒക്കെ ഇട്ടിട്ട് ചേച്ചി പോകാൻ നേരത്ത് ചേച്ചിക്ക് അതിൻ്റെ ടെൻഷൻ. ചേച്ചി എന്നിട്ട് മേലേമുക്കെത്തുമ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ ഡെയിലി എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കും AC ഓഫാക്കിയോ എന്ന്. ചേച്ചി അത്രയ്ക്ക് എല്ലാ കാര്യത്തിലും അത്ര സ്ട്രെസ് എടുത്ത് ഈ ലാബിനെ അത്രയും ഹൃദയത്തോട് ചേർത്താണ് ചേച്ചി കൊണ്ടു നടക്കുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ പിന്നെ രാജചേച്ചിന് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്. രാജചേച്ചി, ഞാൻ എൻ്റെ ലൈഫിൽ ഫ്രണ്ട്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കിനി ഞാൻ ഒരു നല്ല ഫ്രണ്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത്രയും ഇമ്പോർട്ടൻസ് ഫ്രണ്ട്സിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഫാമിലി പോലെ ഫ്രണ്ട്സിനെ കാണുന്ന ഒരാളാണ് രാജചേച്ചി. ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് രാജചേച്ചി ഫ്രണ്ട്സിന് കൊടുക്കുന്നത്. അതൊരു നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് ലൈഫിൽ വരുത്തി തീർക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് നമ്മുടെ സുചിത്രാജി.
സുചിത്ര ചേച്ചിയെ പറ്റി പറയുവാണെങ്കിൽ ചേച്ചി വിചാരിക്കുന്നത് ചേച്ചി ചെയ്തൊരു ചെറിയ കാര്യമാണെന്നാണ് ചേച്ചി വിചാരിക്കുന്നത്. പക്ഷെ എനിക്കല്ല അത് ഇനിയുള്ളവർക്ക് നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ് ചേച്ചിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം 18 വർഷം ഒരു രാജ്യത്ത് നിന്നിട്ട് അത്രയും ലക്ഷറി ലൈഫും അത്രയും നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടും ചേച്ചിയുടെ ഇഷ്ടത്തിനായിട്ട് ഇനി എനിക്ക് ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല, എനിക്ക് എൻ്റെ നാട്ടിൽ വന്ന് ജീവിക്കണം, എനിക്കായിട്ട് കുറച്ച് സമയം വേണം എന്ന് ഉദ്ദേശിച്ച് ചേച്ചി നാട്ടിൽ വന്ന് അപ്പോൾ ചേച്ചിക്ക് ആ ഒരു നല്ലൊരു ലൈഫ് അവിടുത്തെ ആ സൗദി അറേബ്യയിലുള്ളൊരു അത്രയും നല്ല ലൈഫിൽ നിന്നാണ് ചേച്ചി ഇവിടെ നമ്മളെ നാട്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ ഇഷ്ടത്തിന് ചേച്ചിക്കായിട്ട് ചേച്ചി ഒരു മീ ടൈമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ചേച്ചിക്ക് ഇപ്പോൾ ചെടികൾ നടാം, ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ ചേച്ചി ഒരു കൃഷി ചെയ്യാൻ കുറേ നാൾ 18 വർഷം ചേച്ചിയുടെ ഉള്ളിൽ അടക്കി നിർത്തിയിരുന്ന കാര്യങ്ങളെല്ലാം ചേച്ചി ഇപ്പോൾ പുറത്തെടുത്ത് അതെല്ലാം ചെയ്യണം. അതൊരു മാതൃകയാണ്. നമ്മളെ ലൈഫിൽ മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടൊപ്പം നമുക്കായും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമുക്കായിട്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്ന ആളാണ് ചേച്ചി. അപ്പം ചേച്ചിന് ഞാൻ അത് വലുതായിട്ട് പഠിച്ചൊരു കാര്യമാണ്. കാണിക്കൂ. പിന്നെ ചേച്ചിയാണ് ശരിക്കും നമ്മളിങ്ങനെ അണഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയാണ് ഭയങ്കര മോട്ടിവേഷൻ. ചേച്ചിക്ക് ഈ പ്രായത്തിൻ്റെതായ ഒരു ഇതില്ല. ചേച്ചി ഭയങ്കര മാഷാഅല്ലാഹ് ചേച്ചി ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ചെയ്യും. ചേച്ചി ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു സത്യത്തിൽ. ചേച്ചിയുടെ കുറേ അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് ലൈഫിൽ കുറച്ച് ലെസൺസ് ഞാൻ പഠിച്ചത് ചേച്ചിയാണ്. അത് എനിക്ക് ചേച്ചിയുടെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെയാണ് ദേവിയെ പറ്റി പറയുവാണെങ്കിൽ നമ്മളെ പീർ ഗ്രൂപ്പിലുള്ള ഒരാൾ ഇവിടെ ഉള്ളത് എന്തുകൊണ്ടും എനിക്കൊരു റിലാക്സേഷൻ ആയിരുന്നു. ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോഴത്തേക്ക് ഈ സത്യത്തിൽ ദേവിയെ എല്ലാവരുടെയും ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ ഇവിടെ നിന്ന് കളഞ്ഞിട്ട് പോയത്. എനിക്കൊന്നും അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവളെൻ്റെ കൂടെ വന്ന് താഴെ നിന്നായാലും അന്ന് ഇവിടെ പ്രിൻ്റർ കംപ്ലൈൻറ്റ്. അപ്പോൾ ഭയങ്കര ഇതായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും, സ്കാൻ ചെയ്യാനൊന്നും പറ്റത്തില്ല, കോപ്പി എടുക്കണമെങ്കിൽ താഴെ പോകണം. അപ്പോൾ താഴെ പോയി ഓരോ തവണ എൻ്റെ കൂടെ വന്ന് ചിലപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാതെ പ്രിൻ്റ് എടുക്കാം. ആദ്യത്തെ തവണ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പ്രിൻ്റ് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാം. അവിടെ 3-4 സിസ്റ്റം ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കും. നമ്മൾ ഒരു ഇതിൽ കൊടുക്കുമ്പോൾ സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ പ്രിൻ്റർ ഇരിക്കാൻ അപ്പുറത്തെ സിസ്റ്റത്തിൽ എനിക്ക് ആകെ കൺഫ്യൂഷൻ. അപ്പോൾ ദേവിയെ ഞാൻ അവിടെ നിന്ന് ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഇവൾ വന്ന് എല്ലാം കൂടെ ഒന്ന് ചെയ്ത് റിസൾട്ട് ടൈപ്പ് ചെയ്യുന്നതിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്ന്. അപ്പം ദേവിക അന്ന് പറഞ്ഞു തന്നെ അങ്ങനെയൊക്കെ നിന്നതുകൊണ്ടാണ് നമുക്കൊരു കൊളീഗ് നമ്മളെ ഒരു ആദ്യം വരുമ്പോഴത്തേക്ക് നമ്മളെ കുറച്ച് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആകെ ഇതായി പോകും. പുതിയൊരു സാഹചര്യത്തിൽ പുതിയൊരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ നിൽക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ദേവിക ഒരു നല്ല കൊളീഗാണ്. എല്ലാ കാര്യവും അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നെ നമ്മളെ സഹായിച്ചു. അതുപോലെ തന്നെ പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരത്തേ ഇല്ല, ഭയങ്കര കാമാണ്. ഇതുവരെ എനിക്ക് എന്നെ കുറച്ച് നേരം ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എന്നെ ദേഷ്യം വരെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ. പക്ഷെ ഇവർക്ക് അങ്ങനെ സ്ട്രെസ് വരുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഇവളെല്ലാം വളരെ കാമായിട്ട് എല്ലാം റിലാക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഇതാണ്. എല്ലാം ചെയ്യാൻ പറ്റും, എല്ലാം ഭയങ്കര ടൈം മാനേജ്മെൻറ്റും അതുപോലെ ഞാൻ പഠിച്ചതാണ്. ഇപ്പം ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും, 12:30 ഞാൻ ഇത് എഴുതി തീർക്കും, ഇത്രയും ഞാൻ 12:30 ഉള്ളിൽ എഴുതി തീർക്കാൻ ഞാൻ 2 മണിക്ക് ലാബിൽ കയറും. അങ്ങനെ എല്ലാം ഇവളിങ്ങനെ നോട്ട് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ടൈം മാനേജ് ചെയ്താണ് ഇവിടെ വരുന്നത്. എല്ലാ കാര്യവും അങ്ങനെ മാനേജ് ചെയ്ത് അത് നമുക്ക് പറ്റും. അതുപോലെ നന്നായിട്ട് ആളൊരു നല്ല ആർട്ടിസ്റ്റാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യും, പടം വരയ്ക്കും, ഓരോ കാര്യങ്ങളുണ്ടാക്കും. ഒരു ദിവസം ഇവിടെ സ്റ്റാർ ഉണ്ടാക്കാനൊക്കെ ആയാലും ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് യൂട്യൂബിൽ നോക്കി, അന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നും സ്റ്റാർ ഇല്ല, 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് യൂട്യൂബിൽ നോക്കി 2-3 സ്റ്റാർ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവൾക്ക് പറ്റും, അതിനുള്ള സമയമുണ്ട്. അവൾക്ക് ആ ഒരു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇത്തിക്കൂടെ ഉയരാൻ അവൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതാണ് അവളെ പാഷൻ. അപ്പം അതിൽ ഇത്തിക്കൂടെ ഉയരാൻ പറ്റട്ടെ. അപ്പം പിന്നെ ഞാൻ ഇവിടെ ഒരുപാട് മിസ് ചെയ്യും ഈ സ്ഥലവും രാവിലെ വരുന്നതും. ഈ 4 മാസം എന്ന് പറഞ്ഞാൽ ഡെയിലി ഇത് തന്നെയായിരുന്നു. രാവിലെ 10 മണിക്ക് 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു, 5:15 വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ അത്രയും നേരം ഇവിടെ തന്നെയായിരുന്നു. ഇവർ 4 പേരുമായിട്ട് എന്ത് പറയുന്ന ഒരു ഫാമിലി പോലെ ആയിരുന്നു. എല്ലാവരുമായിട്ട് നല്ല കൂട്ടായി നല്ല ബോണ്ടായിട്ട് നിന്നു. അതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എനിക്കറിയാം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോ ഫേസ് ആണ്. നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ തമ്മിലുള്ള ബോണ്ട് കുറയും. നമ്മൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടും, ലൈഫിൽ പുതിയ കാര്യങ്ങൾ വരും. അപ്പോഴും നമ്മൾ ഈ ബോണ്ടൊക്കെ കുറയും. അതൊക്കെ എനിക്കറിയാം. നമ്മളെപ്പോഴും +2 പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരാണ് നമ്മളെ ഏറ്റവും വലിയതെന്ന്, സ്കൂളിൽ പഠിക്കുമ്പോൾ വിചാരിക്കും അവരാണ്, കോളേജിൽ പഠിക്കുമ്പോൾ അവരാണ്. പക്ഷേ അടുത്ത ഘട്ടത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ അവരെ കഴിഞ്ഞിട്ട് അടുത്തതിലോട്ട് എല്ലാവരുടെ ലൈഫിലും അങ്ങനെയാണ്. നമ്മളത് ആ ബോണ്ട് അങ്ങ് ലൂസായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ അടുത്ത ഫേസിലോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും അടുത്ത ഫേസിലോട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരെയും ഇത് മറക്കും. എന്നാലും ഈ ഒരു 4 മാസം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ലൈഫിൽ. ഞാൻ എൻ്റെ ഈ ഇത്രയും വർഷത്തെ ലൈഫിൽ ഞാൻ കുറേ ലൈഫ് ലെസൺസ് പഠിച്ചത് ഇവിടെ നിന്നാണ്, ഈ 4 മാസം കൊണ്ടാണ്.
അപ്പം എൻ്റെ കൂടെ ഈ 4-4.5 മാസം ജോലി ചെയ്ത ഇവർക്കെല്ലാവർക്കും സ്മിത ചേച്ചി രാജ ചേച്ചി ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ അവരെയും കൂടെ കാണിക്കായിരുന്നു. അപ്പം ഇവർക്കെല്ലാവർക്കും സ്മിത ചേച്ചി, രാജ ചേച്ചി, സുചിത്ര ചേച്ചി, പിന്നെ ദേവു, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാം ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു വീട്ടിൽ ഒരു അനിയത്തി പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജിൻസി അത്രത്തോളം സ്നേഹത്തോടെ ഏത് കാര്യത്തിനാണെങ്കിലും എൻ്റെയോടൊപ്പം ഫോളോ ചെയ്ത് അവൾ കാര്യം. പിന്നെ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെ എനിക്കിപ്പോഴും കിട്ടാതെ പോയൊരു അനിയത്തിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവൾ അത്രയ്ക്കും നല്ലൊരു കൊച്ചാണ്, നല്ല ഭാര്യയാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ ഒരു അനിയത്തിയിൽ നിന്നൊരു സ്നേഹം കിട്ടിയിട്ടൊന്നുമില്ല അധികം. പക്ഷേ ഇവളെ എനിക്കൊരു സ്വന്തം ഒരു അനിയത്തിക്കുട്ടിയെ പോലെ എനിക്ക് ഇഷ്ടമാണ് അവളോട് സംസാരിക്കാനും. കാരണം അവളെപ്പോഴും ആ ഒരു കാര്യത്തിലൂടെ വിളിക്കുന്നത് എനിക്ക് മറക്കാനൊന്നും പറ്റത്തില്ല. സുത്രാജി എന്ന് പറഞ്ഞ അത്ര സ്നേഹത്തോടെ അവൾ മാത്രമാണ് ആ വൈകിട്ട് എപ്പോഴും പറയുന്നത്. എനിക്ക് ആരുടെടുത്തും എനിക്ക് ഇതുവരെ ദേഷ്യപ്പെടേണ്ടിയൊന്നും വന്നിട്ടില്ല. കാരണം അത്രയ്ക്കും നല്ലൊരു നല്ല കൂട്ടുകെട്ടുകളാണ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് അവളെ ഒരിക്കലും ജിൻസിനെ മറക്കാൻ പറ്റത്തില്ല. നല്ലൊരു കൊച്ചാണെന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ രാജുവിനോട് അത് പറയുകയും ചെയ്യും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഇവളെ പോവല്ലേ എന്നങ്ങനെ പ്രാർത്ഥിച്ച് ഒരു തവണ അവളെ തിരിച്ചെനിക്ക് കിട്ടിയെങ്കിൽ. സത്യം പറയാൻ മിസ് ചെയ്യുന്നു അവളെ. വേറെ വാക്കൊന്നും പറയില്ല, അതിലെല്ലാം ഉണ്ട്. പറയുവാണെങ്കിൽ ജിൻസി വന്നപ്പോൾ ഇവിടെ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവളെല്ലാം പെട്ടെന്ന് തന്നെ ഒരുവിധം എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം തീർത്ത്. ഒരുപാടുണ്ടായിരുന്നു വർക്ക്. ഇവിടെ പ്രിൻ്റർ കേടായിരുന്നു. എന്നിട്ട് അത് തന്നെ ആ ഒരു സാഹചര്യത്തിന് എല്ലാം അവൾ അതിനെ വെച്ചുകൊണ്ട് തന്നെ അവിടെ പൊരുത്തപ്പെട്ട് നിൽക്കാൻ ശ്രമിച്ച് ഒരുപാട് ആ സമയത്ത് എന്തോ പേപ്പർ ഇല്ലാതെയും പ്രിൻ്റർ ഇല്ലാതെയും കമ്പ്യൂട്ടർ കറണ്ട് ഇല്ലാതെയൊക്കെ നിന്ന സമയത്തും കസ്റ്റമർ വന്ന് അവർ അതിൻ്റെ ഇടയിൽ തന്നെ എല്ലാം പെൻഡിങ് ഉള്ളതെല്ലാം തീർത്ത്, എഴുതാനുള്ളതെല്ലാം തീർത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവൾ പോകുന്നത്. അതുകൊണ്ട് വിഷമമുണ്ട്, എങ്കിലും കുഴപ്പമില്ല. വേറെ നല്ല നല്ല ജോലികളൊക്കെ കിട്ടട്ടെ. PSC ഒക്കെ നല്ല എക്സാമുകൾക്ക് ഒരുപാട് പ്രിപ്പയർ ചെയ്ത് നല്ല ജോലി കിട്ടട്ടെ. വെള്ളിൽ പറവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ